ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. എന്താണ് ഇന്റലിജൻസ് നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. സോ ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും ഹൈ ഓർഡർ തിങ്കിങ് പ്രോസസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുമോ? കാര്യം ഒരാൾ ക്രിയേറ്റീവ് ആവുക, ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഈ രണ്ട് കാര്യം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനാണ്, വേറെ ഒന്നും പഠിക്കണ്ടാവില്ല. അപ്പം നമ്മുടെ സ്റ്റോർഡ് നോളജും റിയൽ ടൈപ്പ് ഇൻഫർമേഷൻസും വെച്ചിട്ട് ലൈക്ക് അത് ഈവൻ ഫ്രം എൻവയോൺമെന്റിലാണെങ്കിലും അത് വെച്ചിട്ടായിരിക്കും പ്രോബ്ലം സോൾവിങ് ക്രിയേറ്റീവിങ് നമ്മളാവുന്നത്. അപ്പം മീനിങ്, പ്രോസസ്സിങ്, മെഷർമെന്റ്, ഫാക്ടേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ക്രിയേറ്റിവിറ്റി, നോവൽ ആവുക, ഒറിജിനൽ ആവുക, യൂസ്ഫുൾ തിങ്കിങ് ആവുക. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം യുണീക്ക് ആയിരിക്കും, അത് ക്രിയേറ്റീവ് ആയിരിക്കും. സോ ക്രിയേറ്റീവ് ആവുമെന്ന് പറയുമ്പം ഒന്നെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പാസ്റ്റ് വർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം എപ്പോഴും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് പറയാൻ പറ്റില്ല. അത് മോട്ടിവേഷൻ ആകാം, ചാൻസ് ആകാം. ഇപ്പം ആരും ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ചെയ്യണം എന്ന് തോന്നുന്ന ആ ഒരു ചാൻസ് അല്ലെ, പുതിയൊരു ഐഡിയ, പുതിയൊരു നോളജ്, പുതിയ റിലവൻ്റ് ഒരു കാര്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ക്രിയേറ്റിവിറ്റിനെ പറ്റി പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂവൽ ഷോൺ ആണ് പറയുന്നതെങ്കിൽ നോവൽ ആണ്, യൂസ്ഫുൾ ആണ്, അതായത് പുതിയൊരു കാര്യമാണ്, യൂസ്ഫുൾ ആണ്. റിജക്ട്സ് അക്സെപ്റ്റഡ് ഐഡിയ. സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഐഡിയ, റിജക്ട്സ് അക്സെപ്റ്റഡ് ഐഡിയ, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഐഡിയയെ നമ്മൾ റിജക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. കാര്യം ഇത് വേണ്ട, പകരം ഇന്നൊരു സാധനം ചെയ്ത് കൊണ്ടുവന്നാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഇന്നോവേറ്റീവ് സാധനം കൊണ്ടുവരികയാണ്. മോട്ടിവേഷൻ ആവശ്യമാണ്, പെർസിസ്റ്റൻസ് ആവശ്യമാണ്, അൺക്ലിയർ സിറ്റുവേഷനിൽ ക്ലിയർ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് സ്റ്റേൺബർഗ് ആണെങ്കിൽ 5 കീ ഐഡിയാസ് ആണ് കൊണ്ടുവന്നത്. നോവൽ കമ്പലിംഗ് ഐഡിയാസ് ആണ്. സോ ഡൊമൈൻ സ്പെസിഫിക്, ജനറൽ സ്കിൽ, അത് മെഷർ ചെയ്യാൻ പറ്റണം, ഡെവലപ്ഡ് ആണ് ആൻഡ് നോട്ട് ഓൾവേസ് റിവാർഡ്. എപ്പോഴും റിവാർഡ് കിട്ടണം നിർബന്ധമല്ല. ചിലക്കാർ കുഴപ്പമില്ല നല്ലതല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറില്ലേ. ക്രിയേറ്റീവ് ആകുമ്പോൾ എപ്പോഴും ക്രിയേറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉറപ്പായിട്ടും റിവാർഡ്, അത് ഈവൻ വെർബൽ റിവാർഡിങ് ആക്കാം, ഫിസിക്കൽ റിവാർഡിങ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ സ്റ്റേൺബർഗ്, ലുബാർട്ട്, പിന്നെ വീണ്ടും സ്റ്റേൺബർഗും ലുബാർട്ടും നോവൽ പ്ലസ് അപ്രോപ്രിയേറ്റ് വർക്ക് പറഞ്ഞു. ആൻഡ് റുൻകോ ആണെങ്കിൽ ഫോക്കസ് ഓൺ പ്രോസസ്, ക്രിയേറ്റീവ് പ്രൊഡക്റ്റിനെ അല്ല, പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ പ്രോസസ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു പോവുക. ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് എന്താ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും? ഇമാജിനേറ്റീവ്, അതായത് നിങ്ങൾ ചാറ്റ് ജിപിടി പറയാണ് എനിക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കി തരണം, ഇങ്ങനൊരു ഫോട്ടോ ഉണ്ടാക്കി തരണം, അപ്പോൾ അത് ഉണ്ടാക്കി തരണം. എന്തുകൊണ്ട്? അത് ജനറേറ്റീവ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കൂടുതൽ ജനറേറ്റ് ചെയ്ത് ആ ഒരു ഒറിജിനലിനെ തന്നെ ജനറേറ്റ് എടുക്കുകയാണ് ചെയ്യുക. പേർപ്പസ്ഫുൾ, അതായത് ഇപ്പോൾ എൻ്റെ റൂമിൽ വാതിലില്ലെങ്കിൽ അവിടെ ചെറിയൊരു എക്സോസ്റ്റ് വെക്കാം എന്ന് വിചാരിക്കുകയും ചെറിയൊരു ഹോൾട്ട് എക്സോസ്റ്റ് വെക്കാം എന്ന് പറയുന്നത് അതെൻ്റെ പർപ്പസ് ആണ്. അവിടെ ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു ഐഡിയ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഒറിജിനലായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ പാസ്റ്റ് വർക്ക് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ പിയർ ഔട്ട്പുട്ട് നോക്കിയിട്ടോ ആയിരിക്കും. വാല്യുബിൾ ആയിരിക്കും, പുതിയ ഐഡിയ, ഒബ്ജക്റ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് എന്റെ റൂമിൽ ഹോൾഡ് ആവുന്ന അവസ്ഥയില്ല, അപ്പൊ ഞാൻ പകരം എന്ത് ചെയ്യുന്നു, പുതിയൊരു സാധനം, ഒരു കാര്യം ചെയ്യാം, ഒരു PVC പൈപ്പ് എങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് അതുവഴി നമുക്ക് കാറ്റടിച്ച് കയറ്റാം എന്നൊക്കെ പറയുന്ന പോലെ ക്രിയേറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ കേട്ടോ. സോ ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി ലിറ്റിൽ സി ഉണ്ട്, ബിഗ് സി ഉണ്ട്. പേര് പറയുന്ന പോലെ ലിറ്റിൽ സി എന്ന് പറഞ്ഞാൽ എവരിഡേ ക്രിയേറ്റിവിറ്റി, പേഴ്സണൽ മീനിങ്സ് ആണ്. ഇപ്പം എന്റെ കണ്ണാടി എനിക്ക് തൂക്കി വെക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒതുക്കി എവിടെയെങ്കിലും കെട്ടി വെക്കുന്നു, അതിനെ ചേർത്ത് നിർത്തി ഒട്ടിച്ചു വെക്കുന്നു പറയുന്ന പോലെ. ബിഗ് സി ആണെങ്കിൽ എമിനന്റ് ക്രിയേറ്റിവിറ്റി ആണ്, ജഡ്ജ് ബൈ സൊസൈറ്റി ഓർ ഹിസ്റ്ററി. സോ അവിടെ ജഡ്ജ്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് ലിറ്റിൽ സിയും ഉണ്ട്, ബിഗ് സിയും ഉണ്ട്, മറന്നു പോകരുത്. ആർഗ്യുമെന്റ് കാരണം അല്ലെങ്കിൽ ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്, അതാണ് പ്രാക്ടിക്കൽ കണ്ടക്ച്വൽ സ്കിൽ പറയുക. സോ നോളജ് എന്ന് പറയുമ്പോൾ എന്താണ്? നോളജ് ഫീൽ വെൽ ഹെൽപ്പ് ക്രിയേറ്റിവിറ്റി ബട്ട് ടു മച്ച് ക്യാൻ ലിമിറ്റ് തിങ്കിങ്. അതായത് ഇപ്പം നമുക്ക് നോളജ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു കാര്യത്തിനെ പറ്റി നല്ല വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതെന്ത് ചെയ്യാം? തിങ്കിങ്ങിനെ ലിമിറ്റ് ചെയ്യാം എന്നുള്ളതാണ്, ചിന്തിക്കുന്നതിനെ പറ്റി ലിമിറ്റ് ചെയ്യും. കാര്യം വെച്ചാൽ ഇപ്പം എനിക്ക് കണ്ണാടി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് കണ്ണാടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് കണ്ണാടിയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, അധികം വിവരം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. കണ്ണാടി ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഇതിലെന്താ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഇനി തിങ്കിങ് സ്റ്റൈലാണ് ലെജിസ്ലേറ്റീവ് സ്റ്റൈൽ, പ്രിഫറൻസ് ഓഫ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസിന് പ്രിഫറൻസ് കൊടുക്കുക. ആൻഡ് ഗ്ലോബൽ പ്ലസ് ലോക്കൽ തിങ്കിങ്ങിനെ കമ്പൈൻ ചെയ്യുക. ഇനി പേഴ്സണൽ ട്രൈറ്റ്സ് ആണ്, റിസ്ക് എടുക്കുക, പെർസിസ്റ്റൻസ്, ഓപ്പൺനെസ്, ആംബിഗിറ്റി. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. കാര്യം ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഇന്നോവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യങ്ങൾ വരും, ഓപ്പൺ ആവേണ്ടി വരും, ആംബിഗ്വിറ്റി ടോളറേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓപ്പോസിഷൻ തിങ്കിങ്, ഗോയിങ് എഗെയിൻസ്റ്റ് ദ ക്രൗഡ്. ചില സമയത്ത് ക്രൗഡ് എങ്ങനെയാണോ പോകുന്നത്, സൊസൈറ്റി എങ്ങനെയാണോ പോകുന്നത്, മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിലപ്പോൾ പോവേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. മോട്ടിവേഷൻ, ഉറപ്പായിട്ട് നമുക്ക് ഇൻട്രൻസി മോട്ടിവേഷൻ ആവശ്യമാണ്. ലവ് ഫോർ ദ ടാസ്ക് ഈസ് എ കീ.
അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനോട് എനിക്ക് താല്പര്യമുണ്ടാവണം, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇൻട്രസ്റ്റ് ക്യാൻ ബി ഡെവലപ്പ് ഈവൻ ഇൻ ബോറിംഗ് ടാസ്ക്. ഇപ്പം മറ്റുള്ളവർക്ക് ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഈവൻ അത് ലോങ് പ്രോസസ്സിൽ ബോറിംഗ് ആണെങ്കിൽ പോലും എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആർക്കും ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. എൻവോൾവ്മെന്റ് ആണെങ്കിലോ സപ്പോർട്ടീവ് ആവണം, എൻകറേജ് ആവണം, നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. കോൺഫ്ലുവൻസ്, ക്രിയേറ്റിവിറ്റി ഇസ് ജസ്റ്റ് സം ഓഫ് 6 ഫാക്ടർ. അപ്പോൾ ഈ 6 ഫാക്ടേഴ്സ് മാത്രമല്ല എന്നുള്ളതാണ്. അവിടെ ത്രഷ് ഹോൾഡ് ഉണ്ട്, സം മിനിമം ലെവൽ റിക്വയർഡ് ആവശ്യം, അല്ലെങ്കിൽ മിനിമം നമുക്ക് ഇത്ര കാര്യങ്ങൾ ആവശ്യമാണ്. കമ്പാൻഷൻ, 1 ഫാക്ടർ ക്യാൻ ബാലൻസ് അതേഴ്സ്. സോ ഇൻട്രാക്ഷൻ, 2 ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾ ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ, ഇന്റലിജൻസ്. അപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ 6 കാര്യങ്ങൾ മാത്രമാകണമെന്നില്ല, പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പഠിച്ചു മനസ്സിലാവും, ഇത് മാത്രമല്ലല്ലോ. എന്നാൽ ബേസിക് ആയിട്ടൊരു ഐഡിയ പറയുവാണെങ്കിൽ ഇത് മാത്രമായിരിക്കാം എന്നുള്ളതാണ്. ഇനി ക്രിയേറ്റീവ് ആസ്പെക്ട്സ്, ഗുളിഫോർഡ് വ്യൂവിൽ ഡൈവേർജന്റ് തിങ്കിങ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഫ്ലുവൻസി, മെനി ഐഡിയാസ് ജനറേറ്റീവ് ആവുന്നത് ആ ഒരു ഡൈവേർജന്റ് തിങ്കിങ് കാരണമാണ്. ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡീറ്റെയിലിംഗ് കൂടുതൽ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ അങ്ങനെ വെക്കാതെ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുവാണ്, ദാറ്റ് ഇസ് കോൾഡ് ഇലാബറേഷൻ. അപ്പോൾ എൻ്റെ യുണീക്ക് ഐഡിയ ആണ്, മറ്റൊരാരും ഉപയോഗിച്ചിട്ടില്ല, ദാറ്റ്സ് കോൾഡ് ഒറിജിനാലിറ്റി. അപ്പം ഇനി ഞാൻ എൻ്റെ ഐഡിയാസിൽ ഒരുപാട് വെറൈറ്റി കൊണ്ടുവരും, ദാറ്റ്സ് കോൾഡ് ഫ്ലെക്സിബിലിറ്റി. ക്രിയേറ്റീവ് തിങ്കിങ് വോണ്ട് ബി ഈക്വൽ ടു ഡൈവർജന്റ് തിങ്കിങ്ങിലാണ്. അപ്പോൾ ഡൈവർജന്റ് തിങ്കിങ് മാത്രമല്ല ക്രിയേറ്റീവ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിവിടെ ആവശ്യമുള്ളത് പ്രോബ്ലം സെൻസിറ്റിവിറ്റി. നമ്മൾ പ്രോബ്ലം സെൻസ് ചെയ്യണം, ഇന്നൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനാണ് ഇത് ആവശ്യമുള്ളത്. ആൻഡ് റീഡെഫിനിഷൻ എബിലിറ്റീസ്, നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ, റീഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ, ആൻഡ് ഫിക്സഡ്നെസ് ഓവർകം ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കേപ്പബിലിറ്റി ഉണ്ടാകണം. ടോളറൻസ് 6 ആസ്പെക്ട്, TTCT എന്ന് പറയും. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ, ആബ്സ്ട്രാക്ട് ഓഫ് ടൈറ്റിൽനെസ്, റെസൻസ് ടു പ്രീമച്വർ ക്ലോഷ്യർ. സോ ഞാൻ ഇലാബറേഷൻ പറഞ്ഞ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആബ്സ്ട്രാക്ട് ടു ടൈറ്റിൽനെസ്, തിങ്കിങ് ബിയോണ്ട് ദ ലെറ്റർ ലേബിളിംഗ്. അതായത് ഞാൻ പറയുവാണ്, ടീച്ചേഴ്സ് പറയാണ്, നാളെ വരുമ്പോൾ ഒരു കിളിയുടെ പടം വരച്ചിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കിളിയും വരയ്ക്കും, മരവും വരയ്ക്കും, കാടും വരയ്ക്കും. അതാണ് ആബ്സ്ട്രാക്ട്സ് ഓഫ് ടൈറ്റിലിംഗ്. ആൻഡ് അടുത്ത് പറയുന്നത് റെസിസ്റ്റൻസ് ടു പ്രീമച്വർ ക്ലോഷർ, കീപ്പിംഗ് എൻ ഓപ്പൺ മൈൻഡ്. അതായത് കിളി എന്ന് പറയുമ്പോൾ കിളി മാത്രം വരയ്ക്കാതെ 2 പേജ് കുറേ കിളികളെയും 2 പേജ് മലകളെയും വരയ്ക്കുവാണ്. ആ ഓപ്പൺ മൈൻഡ്നെസ് ആണ്, അതായത് കൂടുതലായിട്ട് തന്നെ വരയ്ക്കുന്നു. ആ ഒരു പരിപാടിയാണ് റെസിസ്റ്റൻസ് ടു പ്രീമച്വർ ക്ലോഷർ. സോ നെക്സ്റ്റ് വൺ സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. ഇവിടെ നമുക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, അത് നമ്മൾ ഇൻഫോ ഗ്യാദർ ചെയ്യുക, ട്രയൽ ആൻഡ് എറർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കിളിയെ വരയ്ക്കേണ്ടത്, അപ്പം ഞാൻ കിളി എങ്ങനെയാണ്, ഏത് കിളിയെ ഞാൻ വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഞാൻ ഐഡിയാസ് എടുത്തു. ഇൻക്യുബേഷൻ ആണ്, അത് പ്രോബ്ലം സിംഗിങ് ഇൻ ടു അൺകോൺഷ്യസ് റിലാക്സ് ആൻഡ് റിഫ്ലക്ട് പാസീവ് പ്രോസസ്. ഞാൻ ചിന്തിക്കും, ഓക്കെ കിളി എങ്ങനെ വരയ്ക്കണം, മല എവിടെ വരയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ എന്ത് ചെയ്തു, പ്രോബ്ലം സിങ്സ് ഇൻ ടു അൺകോൺഷ്യസ്. അപ്പോൾ ഫ്രോഡ് പ്രിൻസിപ്പിൾ പഠിച്ചവർക്കറിയാം, അൺകോൺഷ്യസിലേക്ക് നമ്മൾ പോവുകയാണ്, റിലാക്സ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യും, പാസീവായിട്ട് പ്രോസസ് ചെയ്യുകയാണ് ചെയ്യുക. ഇലുമിനേഷൻ, സഡൻ ഇൻസൈറ്റ് സൊല്യൂഷൻ എമർജ്. ഓക്കെ പെട്ടെന്ന് വരുവാണ്, ഓക്കെ ഇന്ന കിളിയെ വരയ്ക്കാം, ഇന്ന കിളിയെ വരയ്ക്കണമെങ്കിൽ എളുപ്പം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ നോക്കി വരയ്ക്കാം. ന്യൂ ഓർ റീഫോംഡ് ഐഡിയ അപ്പിയേഴ്സ്, പുതിയ ഐഡിയ വന്നു. ഓക്കെ കിളിക്ക് ഒരു കാര്യം ചെയ്യാം, സാധാരണ പച്ച കളർ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, മജന്ത കളർ കൊടുക്കാമെന്ന് വിചാരിക്കുവാണ്. വെരിഫിക്കേഷൻ, ടെസ്റ്റിംഗ് ദ ഐഡിയ, മോഡിഫൈങ് ഇഫ് നീഡഡ്. ഞാൻ ടെസ്റ്റ് ചെയ്തു, മോഡിഫൈ ആണ്, മാപ്പ് ചെയ്യുവാണ്, ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. മേ ബി ഈ സ്റ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ആവും കേട്ടോ, ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഈ 4 ഭാഗവും ഇങ്ങനെ തന്നെ വേണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ആവും. അപ്പോൾ കിളിയെ വെച്ച് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അത് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുവാണ്, അതല്ല നമുക്ക് ഇച്ചിരി എലാബറേറ്റ് വേണമെങ്കിൽ പറയാം, പക്ഷെ ബേസിക് ആയിട്ട് പറയുന്നുള്ളൂ. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്റലിജൻസ്, അപ്പം ക്രിയേറ്റിവിറ്റിയും ഇന്റലിജൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. എക്സ്ട്രീം വ്യൂവിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ലിങ്കും ഇല്ല, ഇന്റലിജൻസിനോ ക്രിയേറ്റിവിറ്റിക്കോ ഒരു ബന്ധവും ഇല്ല. ക്രിയേറ്റിവിറ്റി ഡിപ്പെൻഡ് ഓൺ ദ ഡൊമൈൻ നോളജ് പ്ലസ് പ്രാക്ടീസ്. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ മൺകലങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എത്ര ക്രിയേറ്റീവായിട്ട് രൂപങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവർ ഉണ്ടായിക്കൊണ്ടിരിക്കും, കാര്യം അവർക്ക് ഓൾറെഡി നോളജ് ഉണ്ട്, അവർക്ക് പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് റിസർച്ച് എവിഡൻസ് പറയാം. സോ ടോർമാൻ്റെ കേസിൽ, അല്ലെങ്കിൽ ടോർമൻ പറഞ്ഞത് 90-25 ഗിഫ്റ്റഡ് കിഡ്സ്, അതായത് IQ 151 ഉള്ള ആൾക്കാരുകൾ സക്സസ് കാണിക്കും, പക്ഷെ ക്രിയേറ്റീവ് അല്ല. ഇപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ അവരോട് ക്രിയേറ്റീവായിട്ടൊരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞാൽ അവർ പാട്ട് പാടും, ഇന്നത് പറഞ്ഞ് പാടാൻ പറഞ്ഞാൽ പാടും, പക്ഷെ ക്രിയേറ്റീവ് ആവില്ല. ടോറൻസ് പറഞ്ഞ വീക്ക് IQ TTCT കോറിലേഷൻ ചെയ്തപ്പോൾ മീഡിയൻ REC 0.20 ആണ് കിട്ടിയത്. ആൻഡ് ഗുളിഫോർഡ് 1967 ക്രിയേറ്റിവിറ്റി നീഡ് മിനിമം IQ 120. ക്രിയേറ്റീവ് ആവണമെങ്കിൽ മിനിമം IQ എത്രയാവണം, 120 ആകണം. സോ പ്രപ്പോസ് ട്രയാങ്കുലറിറ്റി ഓഫ് ഹൈപ്പോത്തസിസ്. സോ ഗുളിഫോർഡ് ആണ് ട്രയാങ്കുലറിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. നോ ക്രിയേറ്റീവ് പേഴ്സൺ ഇൻ ലോ IQ ഓർ ഹൈ ക്രിയേറ്റിവിറ്റി സോൺ.
സോ എന്താണ്, നോ ക്രിയേറ്റിവിറ്റി പേഴ്സൺ ഇൻ ലോ ഐ ക്യു ആണെങ്കിൽ അവിടെ ക്രിയേറ്റിവിറ്റി പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് ഹൈ ക്രിയേറ്റിവിറ്റി സോൺ. സോ ലോ ആണെങ്കിൽ അവിടെ ക്രിയേറ്റിവിറ്റിയും ഇല്ല, അല്ലെങ്കിൽ ഈവൻ ഹൈ ക്രിയേറ്റിവിറ്റി സോണും ഇല്ല എന്നുള്ളതാണ്. ആൻഡ് സർട്ടിഫിക്കേഷൻ ഹൈപ്പോത്തസിസ് ബൈ ഹേവ്സ് ആണ്. സോ ഹൈ ഐ ക്യു ലിങ്ക് ടു എഡ്യൂക്കേഷൻ. ഹൈ ലിങ്ക്, അതായത് നമുക്ക് എന്താണ് ഐ ക്യു കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഹൈ ഐ ക്യു ആണെങ്കിൽ അത് എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഓഫ് ക്രിയേറ്റിവിറ്റി, അതായത് വിദ്യാഭ്യാസം കൂടുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂടുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സൊസൈറ്റി മേ ഇഗ്നോർ ലോ ഐ ക്യു ക്രിയേറ്റീവ് ടാലന്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്സസ്. നമ്മുടെ സൊസൈറ്റി എന്താണ്, മേ ബി ആണ് പറയാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്താണ്, ലോ ഐ ക്യു ക്രിയേറ്റീവ് ടാലന്റിനെ എപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ലോ ഐ ക്യു ആയിട്ടുള്ള ടാലൻസിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാം? TCT, ടോളറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. മോസ്റ്റ് വൈഡ്ലി ഉപയോഗിക്കുകയാണ്, റിലയബിൾ ആണ്, വാലിഡ് ആണ്. സോ ട്രാൻസ്ലേറ്റ് 30+ ലാംഗ്വേജ്, 30+ ലാംഗ്വേജിലേക്ക് മാറ്റാണ്ട്. 2 ഫോംസ് ഉള്ളത്, വെർബലും ഉണ്ട്, ഫിഗറും ഉണ്ട്, ഫോംസ് A and B. സോ നമുക്ക് മേജർ ക്രിയേറ്റീവ് TCT നമുക്ക് എന്താണുള്ളത്, ഒരു വെർബൽ ടെസ്റ്റും ഉണ്ട്, 2 ഫോമിലും ഉണ്ട്, വെർബലും ഉണ്ട്, ഫിഗറിലും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വാലസ് ആൻഡ് കോഗൻ ടെസ്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗുലിഗോട്ട് SOI ബാറ്ററി. അത് ഇയർലി ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഡൈവേർജൻ തിങ്കിങ് വെച്ചിട്ടാണ്. അപ്പം മേജർ ആയിട്ട് നമ്മൾ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് TCT, വാലറ്റ് കോഗൻ ടെസ്റ്റ് ആൻഡ് ഗുലിഫോർഡ് SOI ബാറ്ററി ആണ് കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ടെസ്റ്റ് ഉള്ളത്. സോ TCT സ്കോറിംഗ് എങ്ങനെയാണ്? ഫ്ലുവൻസി, എത്രത്തോളം ഐഡിയാസ് വരുന്നു എന്നുള്ള, ടോട്ടൽ നമ്പർ നോക്കുന്നു, ഒറിജിനാലിറ്റി, റാലിറ്റി ഓഫ് ഐഡിയാസ്, ഇലോബറേഷൻ, ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. നമ്പർ ഓഫ് കാറ്റഗറി ഓഫ് റെസ്പോൺസ് എത്ര ചെയ്യുന്നു, ഇലാബറേഷൻ എത്ര ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യുന്നു, ആൻഡ് റെസിസ്റ്റൻസ് ടു പ്രിമച്ചർ ക്ലോഷർ, അത് സൈക്കോളജിക്കൽ ഓപ്പൺനെസ് എങ്ങനെയാണ്. സോ അഡ്മിനിസ്ട്രേഷൻ ടൈം ഒരു 30 മിനിറ്റ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സ്കോറിംഗ് നീഡ്സ് ട്രെയിനിങ് ആൻഡ് കൺട്രി നോംസ്, US നോമിങ് 1988 മാനുവൽ. സോ നമ്മൾ ഒരു 30 മിനിറ്റ് ആയിരിക്കും ഈ ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടാവുക. ആൻഡ് സ്കോറിംഗ് ഒക്കെ എന്താണ്, സ്കോറിംഗ് നമ്മൾ ബേസ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ നോക്കും എത്രയാണ്. അത് നമുക്കൊരു ഗൈഡ് ഉണ്ട്, എത്രയാണ് US നോം 998 മാനുവലാണ് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് പഠിക്കാനില്ല, ജസ്റ്റ് സ്കോറിംഗ് നീഡ് ട്രെയിനിങ് ആൻഡ് കൺട്രി നോംസ് എന്ന് മാത്രം വെക്കാതെ ഓരോ കൺട്രിക്കും ഓരോ നോംസ് ആയിരിക്കും, എല്ലാവർക്കും ഒരേ നോംസ് ആകണം എന്നൊരു നിർബന്ധവും ഇല്ല. സോ ക്രിറ്റിസിസം വെച്ചാൽ റെസ്പോൺസ് സെറ്റ് അഫക്ട് റിസൾട്ട്, ഓർഡർ ഓഫ് ഐറ്റം മാറ്റർ, ടെസ്റ്റിംഗ് കണ്ടീഷൻ അഫക്ട് പെർഫോമൻസ്, റേറ്റർ ബയാസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് സ്ട്രക്ചർ. അതായത് ഇതിന് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ഡിഫറൻറ്റ് സ്കോർസ്, ഒരാൾക്ക് തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് സ്കോർ കിട്ടും എന്നുള്ളതാണ്. അത് ഐക്യുലും ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ചെയ്യുമ്പം ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. സോ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും, ഭയങ്കര വേരിയേഷൻ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആൻഡ് ടെസ്റ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ എപ്പോഴും ഒരു പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് കണ്ടീഷനാണ് കൊടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും. ആൻഡ് റെസ്പോൺസും ഓർഡേഴ്സ് ഓഫ് ഐറ്റം മാറ്റേഴ്സ്, നമ്മൾ എന്ത് ഐറ്റം എന്ത് ഓർഡർ കൊടുക്കുന്നു എന്നുള്ള രീതിയെയും അഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി പ്രോബ്ലം സോൾവിംഗ് ആണ്. സോ പ്രോബ്ലം സോൾവിംഗ് ഇസ് എ മെന്റൽ പ്രോസസ് യൂസ്ഡ് ബൈ പേഴ്സൺ ടു ഓവർകം ഒബ്സ്റ്റാക്കിൾ ടു അച്ചീവ് എ ഗോൾ. ഒരു ഗോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയാണ്. അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്, എവിടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. സോ എന്താണ് പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ടേംസുകൾ ബന്ധമുണ്ട്? സോ ഇനിഷ്യൽ സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ പ്രോബ്ലം. സോ ഒരു പ്രോബ്ലം, ഇന്ന് വെള്ളമില്ല വീട്ടിൽ, അതാണ് പ്രോബ്ലം. ഗോൾ എൻഡ് സ്റ്റേറ്റ്, ഡിസൈർ ഔട്ട്കം ആഫ്റ്റർ സോൾവിംഗ് ദ പ്രോബ്ലം. സോ വെള്ളം ഞാൻ പുറത്തുനിന്ന് കോരിക്കൊണ്ട് വന്നു, അതിനുശേഷം ഉണ്ടായ ഔട്ട്കം എന്താണ്? എനിക്ക് കുളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ആൻഡ് ഓപ്പറേഷൻ പേഴ്സൺ, ദ ഇൻഡിവിജ്വൽ ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം യൂസിങ് സ്കിൽ, ടെക്നിക് ഓഫ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പുറത്തെ കിണറുണ്ട്, ഞാൻ തൊട്ടി എടുത്തുകൊണ്ട് പോകുന്നു, ആൻഡ് കയറ് കെട്ടുന്നു, വെള്ളം കോരുന്നു, ഈ ഒരു പരിപാടി. ടെക്നിക്ക് എടുത്തു, സ്കില്ല്, അതൊക്കെ ആ പറയുന്ന പോലെ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ടേംസ് പറയുന്നത്. ആൻഡ് പ്രോബ്ലം സ്പേസ്, കോമ്പിനേഷൻ ഓഫ് ഇനിഷ്യൽ സ്റ്റേജ്, ഗോൾ സ്റ്റേജ്, ഓപ്പറേറ്റേഴ്സ്. അതായത് നമുക്കൊരു ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ട്, ഗോൾ സ്റ്റേജ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത്രയും കോമ്പിനേഷൻ ആണ് ഒരു പ്രോബ്ലം സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ കൊഹറൻസ്, ലോജിക്കൽ കണക്ഷൻ. സോ എപ്പോഴും ലോജിക്കൽ കണക്ഷൻ ആവശ്യമാണ് ഒരു പ്രോബ്ലം സോൾവിങ്. ഇപ്പം വെള്ളം കോരുക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ തന്നെ. ആൻഡ് കറസ്പോണ്ടന്റ്, ഇന്റേണൽ മാച്ച് വിത്ത് എക്സ്റ്റേണൽ പ്രോബ്ലം. ഇന്റേണലും എക്സ്റ്റേണലും പ്രോബ്ലംസ് നിർബന്ധമായും മാച്ച് ആവണം. ബാക്ക്ഗ്രൗണ്ട് നോളജ്, സോ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് നിർബന്ധമായും വേണം. റൂൾസ് പറയുവാണെങ്കിൽ ഗൈഡ് ലൈൻ ദാറ്റ് ഹെൽപ്പ് കൺവേർട്ട് ദ ഇനിഷ്യൽ സ്റ്റേജ് ഇൻ ടു ദ ഗോൾ സ്റ്റേജ്. സോ ഇനിഷ്യൽ സ്റ്റേജിനെ ഗോൾ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായും നമുക്കൊരു ഗൈഡ് ലൈൻസ് ആവശ്യമാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വെറുതെ പോയിട്ട് നമുക്ക് ഓക്കെ ഇതിൻ്റെ പ്രശ്നമാണ് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പ്രോപ്പർ ഗൈഡ് ലൈനും പ്രോട്ടോക്കോളും നമ്മൾ തന്നെ, അത് സിസ്റ്റമാറ്റിക്കലി അല്ല ഞാൻ പറയുന്നത്, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ കോഹ്ലസ് ചിമ്പാൻസി എക്സ്പെരിമെന്റ്,
സോ ഹംഗ്രി ചിമ്പാൻസ് പ്ലസ് ബനാന ഹാങ്ങിങ് പ്ലസ് 3 ബോക്സസ്. സെറ്റപ്പ് ആയിരുന്നു കേട്ടോ, ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. കൊഹലേഴ്സിന്റെ ഒരു ചിമ്പാൻസ് എക്സ്പെരിമെന്റ് ആയിരുന്നു. സെറ്റപ്പിൽ ഹംഗ്രി ചിമ്പാൻസും പ്ലസ് ബനാന കെട്ടി തൂക്കിയിട്ട് 3 ബോക്സും വെച്ചിരുന്നു. സോ ഗോൾ റീച്ച് ബനാന എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഗോള്. റൂൾസ് സ്റ്റാക്ക് ബോക്സസ് ടു റീച്ച് ബനാന. സോ നമുക്കൊരു ചെറിയൊരു പെഗ് ഉണ്ടാവും, ഇങ്ങനെ വലിയ 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 ചെറുത് 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 വെച്ച് നമ്മളിങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന രീതി കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ എന്താണ് പെഗ് റൂൾ എന്ന് പറയും. സോ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന രീതിയാണ്. ആൻഡ് പ്രോബ്ലം അറേഞ്ച്മെന്റ്. സോ നമ്മൾ എന്താണ് റീഅറേഞ്ചിങ് എലമെന്റ് ടു മീറ്റ് എ ക്രൈറ്റീരിയൻ. നമുക്ക് ആവശ്യമുള്ള ഒരു ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്ന രീതിയാണ്. സോ അൻഗ്രം പസിൽ, ലെപ്പ, ലീപ്പ്, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് അറേഞ്ചുള്ള സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ്. സോ കൺസ്ട്രക്റ്റീവ് സെർച്ച് നമുക്ക് ആവശ്യമാണ്, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആവശ്യം തന്നെയാണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡ്യൂസിങ് സ്ട്രക്ചർ, ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പം ആ ഒരു ഇന്ന കാര്യം മനസ്സിൽ വരുമ്പോൾ വരെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇന്നൊരു പ്രോബ്ലം വന്നു, ഇപ്പം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, സോ ബ്രിഡ്ജ് കിട്ടിക്കോളും. അത് തന്നെ പ്രോബ്ലം ഓഫ് ട്രാൻസ്ഫോർമേഷൻ പറയുന്ന പോലെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, മേലോട്ട് പോയിരിക്കാം, അവിടെ അമ്പിച്ചിട്ട് തണൽ കിട്ടും, ഇവിടെ ഭയങ്കര ചൂടാണെന്ന് പറയുന്ന പോലെ. ഇനി പ്രോബ്ലം ഓഫ് അറേഞ്ച്മെന്റ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറേ കാർഡ് ഇട്ടിട്ടുണ്ട്. ഈ കാർഡുകൾ അറേഞ്ച് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാക്ക് എയ്പ്പാണ്, APE, എയ്പ്പ് എന്നൊരു വാക്ക് കിട്ടി. എന്നാൽ അതിനേക്കാൾ നല്ലത് PEA എന്ന് പറയുന്ന വാക്കാണ് നല്ലത്. ഞാൻ അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കുവാണ്, ഒരു പസിൽ അറേഞ്ച്മെന്റ് പോലെ എനിക്ക് ആവശ്യമുള്ള രീതി ഞാൻ അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കും എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിൾ ചില അമ്മമാർ ഇപ്പം ഞാനൊക്കെ പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വെക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ അമ്മ അടുക്കളയിൽ വെക്കേണ്ടാവുക. ഞങ്ങൾ ഫുഡ് വെക്കുകയല്ലോ, അപ്പം അമ്മ വന്ന് നിൽക്കുമ്പം അമ്മയുടെ രീതിയിൽ അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കും. അത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ്. സോ സ്റ്റേജ് ഓഫ് പ്രോബ്ലം സോൾവിങ്, ഫസ്റ്റ് വൺ ഈസ് ജസ്റ്റൽ സൈക്കോളജി പറഞ്ഞതാണ്. സോ പെർസെപ്ഷൻ, ഇൻക്യുബേഷൻ, ഇൻസൈറ്റ്, വെരിഫിക്കേഷൻ, ഇത്രയുമാണ് സെയിം സ്റ്റേജസ്. ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പ്രോബ്ലം സോൾവിങ്ങിനും സ്റ്റേജസ് പറയുന്നത്. ആര്? ജസ്റ്റൽ സൈക്കോളജി. ആൻഡ് പോളിയേഴ്സ് 4 സ്റ്റേജ് ആണെങ്കിൽ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത പ്രോബ്ലം, സോ ഐഡന്റിഫൈ ചെയ്യുക, നോളജ്, ആവശ്യമായ നോളജ് മനസ്സിലാക്കുക, ഗ്യാദർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിവൈസ് എ പ്ലാൻ. സോ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഫ്ലോ ചാർട്ട് വഴി എക്സ്പ്ലോർ ചെയ്യുക ആൻഡ് ക്യാരി ഔട്ട് ദ പ്ലാൻ. സോ നമ്മൾ സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലുക്ക് ബാക്ക്, നമ്മൾ ഈ സൊല്യൂഷൻ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമാണ്, എറർ എന്തെങ്കിലും ഉണ്ടോ നോക്കേണ്ട ആവശ്യമാണ്. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, സോ അവിടെ നമ്മൾ എൻകോഡ് പ്രോബ്ലം ഇൻ ടു വർക്കിംഗ് മെമ്മറി. സോ വർക്കിംഗ് മെമ്മറിയിലേക്ക് നമ്മൾ എൻകോഡ് ചെയ്യുന്നു. സെർച്ച് ലോങ് ടേം മെമ്മറി ഫോർ സൊല്യൂഷൻ, എക്സിക്യൂട്ട് ദ പ്ലാൻ ആൻഡ് ഇവാലുവേറ്റ് ദ റിസൾട്ട്. സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നോക്കുന്നത് ഓക്കെ ആണോ, ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് സ്ട്രാറ്റജി ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ് അൽഗോരിതം. സോ അൽഗോരിതം എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ആണ്. നമുക്ക് ഇന്ന സൊല്യൂഷൻ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതിനകത്ത് എക്സാക്റ്റ്, ഫിനിറ്റ്, എഫക്റ്റീവ്, ജനറൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് എന്താണ്, ഒരു കോമ്പിനേഷൻ വെച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഗ്യാരണ്ടി കറക്റ്റ് സൊല്യൂഷനിലേക്ക് പോകുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ റെയർലി യൂസ്ഡ് ബൈ ഹ്യൂമൻ ഡ്യൂ ടു ടൈം ആൻഡ് എഫർട്ട്. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയില്ല ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം നോക്കി വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ. എന്തുകൊണ്ടത് പറയുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ, ഇൻസ്റ്റാഗ്രാം റീച്ച് ആവാൻ വേണ്ടിയിട്ട് അല്ലേ, അത് പറയുന്ന പോലെ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂറിസ്റ്റിക്സ് ആണ്. റൂൾസ് ഓഫ് തമ്പ് എന്ന് പറയും. അവിടെ കറക്റ്റ് സൊല്യൂഷൻ കിട്ടുന്ന ഒരു നിർബന്ധവും ഇല്ല. മറ്റേതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പോകും, എക്സാക്റ്റ് ആയിട്ടോ ഫിനൈറ്റ് ആയിട്ടോ എഫക്റ്റീവ് ആയിട്ടോ ജനറൽ ആയിട്ടോ നമുക്ക് പോകത്തില്ല. സോ ഇവിടെ ക്യുക്കറും ഫ്ലെക്സിബിളും ആണ്. മറ്റ് ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ടൈപ്പ് ഓഫ് ഹ്യൂറിസ്റ്റിക്കിലാണ് മീൻ അനാലിസിസ്, ബ്രേക്ക് ഗോൾ ഇൻ ടു സബ് ഗോൾസ് ആൻഡ് സോൾവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് എനിക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രശ്നമായിട്ട് ഞാൻ തീർക്കുകയാണ് ചെയ്യുക. ആൻഡ് വർക്കിംഗ് ബാക്ക്, നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് പോകുന്നത് പോലെ നമ്മൾ തിരിച്ചു പോവുക. സോ സ്റ്റാർട്ട് ഫ്രം ഗോൾ ആൻഡ് മൂവ് ടുവാർഡ് ദ ഇനിഷ്യൽ സ്റ്റേജ്. ആൻഡ് അനലോഗീസ് ആണ്, പാസ്റ്റ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കറന്റ് സിറ്റുവേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതിയാണ്. ആൻഡ് മെറ്റാകോഗ്നിഷൻ, സെൽഫ് മോണിറ്ററിംഗ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്. നമ്മൾ സെൽഫ് മോണിറ്റർ ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോബ്ലം സോൾവിംഗ്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? നിങ്ങൾക്ക് കുറേ സ്വന്തമായിട്ട് ഇടുന്നുള്ളതേ ഉള്ളൂ, അത്ര വലിയ സംഭവമൊന്നുമല്ല. സോ നേച്ചർ ഓഫ് പ്രോബ്ലം, ബിഗ്ഗർ ഓർ മോർ കോംപ്ലക്സ്, ഹാർഡർ ടു സോൾവ്. അതായത് വലിയ സംഭവങ്ങളാണ്, കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. മോർ എലമെന്റ്സ്, മോർ ടൈമിംഗ് കൺസ്യൂമിങ്, അതായത് കൂടുതൽ എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഗോൾ സ്റ്റേജ്, ഗ്യാദർ ദ ഡിഫറൻസ്, ലോവർ ചാൻസ് ഓഫ് സക്സസ്. നമ്മൾ ഗ്രേറ്റർ ദ ഡിഫറൻസിൽ മാറ്റം ഉണ്ടാകുമ്പോഴത്തേക്കും
സക്സസ് റേറ്റ് കുറവാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതിന് ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഔട്ട്പുട്ടുമായിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സക്സസ് റേറ്റ് കുറയുവാണ് ചെയ്യുക. നമ്മൾ പറയാൻ പോകുന്ന പെർസീവർ സെറ്റ് ആണ്. ഇപ്പം ഹാബിച്വൽ തിങ്കിങ് പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പാറ്റേണിലാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ അതെന്നെ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ തടസ്സപ്പെടുത്താം. ഇപ്പം എക്സാമ്പിൾ 2 വാക്കുകൾ തന്നിട്ട് ഇതിനൊരു വാക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. മെക്ഡോണൾഡ്സും ഉണ്ട്, മാക്മോഹനും ഉണ്ട്. അപ്പം ഞാൻ മെഷീനറിൻ്റെ വാക്ക് കണ്ടുപിടിക്കുകയാണ്. സോ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഹാബിച്വൽ തിങ്കിങ് കാരണം ഞാൻ ആ വാക്ക് പറഞ്ഞതാണ്. ആൻഡ് ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഒരു ഒബ്ജക്റ്റീവ്, ലൈക്ക് സീയിങ് ഒബ്ജക്റ്റീവ് ഓൺലി ഇൻ ദർ യൂഷ്വൽ യൂസ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ചിരവ, നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിൽ ചിരവ ഉണ്ടാവും, തേങ്ങ തിരുവാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കും. പക്ഷേ അതിനും വേറെ ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ അമ്മമാരോട് ചോദിച്ചാൽ മതി, സൈക്കിൾ കത്തി വെച്ച് ലോക്ക് ചെയ്ത് നമുക്ക് മുറിക്കാൻ പറ്റും, ഒരുപാട് ഉപയോഗമുണ്ട്. അതേപോലെ അപ്പോൾ അവിടെ ലിമിറ്റ് ചെയ്യാണ്. ക്രിയേറ്റിവിറ്റി ആയാലും പ്രോബ്ലം സോൾവിങ് ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് കാരണം സംഭവിക്കുന്നു, നമ്മൾ അതിൽ കുടുങ്ങിപ്പോകുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇൻ്റലിജൻസ് എങ്ങനെ മെഷർ ചെയ്യാം, പ്രോബ്ലം സോൾവിങ് എങ്ങനെ മെഷർ ചെയ്യാം, നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ എക്സാം എഴുതി പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.